ഞായറാഴ്ചയല്ലേ കല്യാണം, കുറച്ചുകൂടെ തീരാനുണ്ട്. വ്യാഴാഴ്ച എല്ലാം തീർത്തങ്ങ് തന്നേക്കാം. മതി, ഇവിടെ ഒരിടം വരെ വന്നതാ, അപ്പൊ ഒന്ന് കേറിയിട്ട് പോകാമെന്ന് വെച്ചു. തട്ടാരേ, ഞങ്ങളുടെ കാർത്തിക എനിക്ക് പണിത് കൊടുത്ത കാശുമാല നല്ല പൊലിമയുള്ളതായിരുന്നു. കണ്ടാൽ ഒരു 6 പവൻ തോന്നും. 3.5 പവൻ കൊണ്ടാണ് പണിത്. ഇത് 4 പവനില്ലേ, അതിൽ കൂടുതൽ പൊലിമ തോന്നിക്കും. മോൻ എവിടെ പോയി? ആ കഴിവറമാൻ എങ്ങാണ്ട് തന്നെ കിടപ്പുണ്ടാവും. എന്നാ ഞങ്ങള് വ്യാഴാഴ്ച വരാം. അച്ഛാ, അവൻ ആ ഡമ്മയ്ക്ക് പിന്നമക്കാൻ പോയിരിക്കാ. ഇവിടെ പിടിപ്പത് പണിയുള്ളതാ. എന്റെ നടക്കുന്നു. കേട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അവിടാന്ന് പോയി നോക്കാൻ. അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. ഈ കൃഷ്ണൻകുട്ടിയുടെ മന്ത്രയ്ക്ക് അധിക്കുന്നതിന്റെ ഗമ ലീലേച്ചിക്ക് അറിയായിട്ടാ അല്ല? കഴിഞ്ഞല്ല അമ്പലത്തിലെ പൂരത്തിന് ഇടഞ്ഞതായവൻ, അത് നീ മറക്കണ്ട. ഒരിക്കൽ ഇടഞ്ഞെന്ന് വെച്ച് തോന്നുമ്പോ മനുഷ്യരെ പോലെ ആന നിറവ്യത്യാസം കാട്ടാറില്ല. നീ വരുന്നുണ്ടോ നീ? അച്ഛന്റെ തല്ല് ഇന്നും കൊള്ളാനായിരിക്കും പുറപ്പാട്. അച്ഛൻ എന്നാ തല്ലാത്ത? ലീലേച്ചി പോയിക്കോ, ഞാൻ വന്നോളാം. വേഗം വന്നോളൂ. തട്ടാക്കുട്ടി ഇത് എവിടെ പോയിട്ട് വരുന്നു? നന്നായിട്ട് പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചു. കൃഷ്ണൻകുട്ടിയെ കുളിപ്പിക്കുകയും ചെയ്തു. സൂക്ഷിക്കണം കേട്ടോ, ഈ ആനപ്പുറത്തുള്ള കളി അത്ര നല്ലതിനല്ല. കൃഷ്ണൻകുട്ടിക്ക് പാവം ഗോവിന്ദനേക്കാൾ ഇഷ്ടം എന്നോടായിരുന്നു. ഉളൂസെന്നറിയാം, എന്നാലും കേൾക്കാൻ രസമുണ്ട്. ഇതാ പ്രസാദം. വിഷുണ്ടായമ്പലത്തിലാടുള്ളൂ. എന്നും പ്രാർത്ഥിക്കാറുള്ളത് തന്നെ. ദേ, അച്ചുതട്ടാൽ വരുന്നുണ്ട്.
തിരക്കിലാ തെണ്ടി അടക്കുന്ന കഴിവറടാ മോൻ. ഓടാ വീട്ടിൽ പോടാ. എന്തിനാ ചേച്ചി പാടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഡോക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്ര ദിവസം എത്തമ്മോ ഒന്നും ചെയ്യാതെടുക്കാൻ ഇരിക്കാൻ പറ്റുക? ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാന്ന കാര്യം മറന്നാ ചേച്ചി ഓരോന്നും ചെയ്യുന്നത്. ആ ചേട്ടന് ചായ കൊണ്ടുപോണ്ടേ? ആ നിന്നെ കാണാതായപ്പോ അങ്ങേതിരെ മണിക്കൂട്ടിന്റെ കൊടുത്തയച്ചു. ഇനി അത് വൈകിയെന്ന് പറഞ്ഞ് അങ്ങേര് കിടന്ന് ബഹളം വെക്കണ്ട. അല്ല നീ എന്താ വൈകിയേ? വരുന്ന വഴിക്ക് തട്ടാക്കുട്ടിയെ കണ്ടു. ആനയുടെ പുറകെ നടക്കുന്നുണ്ടാവൂല്ലേ? ആ ആനയെ കുറിച്ചുള്ള പൊളൂസും കേട്ട് നടന്നു വരുമ്പോഴാ അയാളെ കണ്ടത്. ആരെ? അച്ചുതട്ടാരെ? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? എന്ത് ഉപദ്രവം അയാൾ ചെയ്യുന്നേ? എവിടെ നിന്നൊന്നും അയാൾക്ക് ഒരു നോട്ടില്ല. പണി ചെയ്യാൻ ആളെ കിട്ടിയെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ വെച്ച തട്ടാക്കുട്ടിയെ തല്ലിയത് ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല ചേച്ചി, തട്ടാക്കുട്ടി അയാളുടെ മോൻ തന്നെയെന്നാ എനിക്കിപ്പോ സംശയം. സ്വന്തം മോൻ തന്നെയാ. അയാളുടെ സ്വഭാവം അതാ, ഒരു മുരടൻ. ആ നീ ചെന്നാ തേങ്ങ ചണ്ടി വെക്കേ. ആ ചെല്ലേ മോളെ. വാ, മതി കളിച്ചത്. നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ, മാനത്തെത്തുവതാരോ. നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ, മാനത്തെത്തുവതാരോ. അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വലയിൽ വീണല്ലോ, എന്നുടെ വല. അച്ഛനെ ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാൻ തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ? എടാ എടാ, ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങനെ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ? നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് ഞാൻ തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. ഒന്നും കൂടെ തിരിഞ്ഞ്. ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എത്ര? 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. പോക്കാ പോക്കാ പോ. എന്തൊക്കെ ആശാന്? ഓ, തട്ടാര് പണപ്പരവും കഴിഞ്ഞ് പോവുമല്ലേ? മടി നിറച്ച് പണമായിരിക്കും. കാണാനുള്ള പെമ്പിള്ളേരുള്ള വീട്ടില് തട്ടാര് പലിശക്ക് കൊടുക്കത്തുള്ളൂ. അത് ലോകം പറഞ്ഞ കാര്യമല്ലേ? തട്ടാര് പണം പലിശ കൊടുക്കുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കെട്ടാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശ്രീധരന്റെ മോക്ക് ഒരു കല്യാണാലോചന ഒത്തു വന്നതാ. തട്ടാരോട് അയാൾ പണം മേടിച്ചിട്ടുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞ്. എന്നിട്ടേ ആ ചെറുക്കൻ പറയാ ആ പെണ്ണിനെ അവന് വേണ്ടാന്ന്. എവിടെ ഒരു പലിശയ്ക്ക് കൊടുപ്പ്. ശ്രീധരൻ എവിടെ ഇല്ലേ? നീ എന്തായാലും മനുഷ്യരെ കാണാതെ ഓടി അകത്ത് കയറിയത്? അച്ഛൻ ഇവിടെ ഇല്ല. ആ, തിരിച്ചു തരണ്ടെന്ന് വിചാരിച്ചോ അപ്പം പലിശയ്ക്ക് പോയത്? അതാ നിന്റെ ആങ്ങൾക്ക് ജോലി കിട്ടിയോ? അച്ചുതട്ടായുടെ കൈ കൊണ്ട് ആർക്ക് പണം കൊടുത്താലും മോശം വരില്ല. നീ അച്ഛനോട് പറഞ്ഞേര് പണം തരാമെന്ന് പറഞ്ഞ തീയതിയൊക്കെ കഴിഞ്ഞെന്ന്. അച്ഛനൊരിടത്ത് നിന്ന് പണം ചോദിച്ചിട്ടുണ്ട്.
ഇത് കിട്ടിയാൽ ഉടനെ അജിത്തട്ടാരെ പണം കൊണ്ട് തരാം. പണം കിട്ടിയാലല്ലേ? ആ, നീ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കാം. നീ എന്താ മറയെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാനൊന്ന് കാണട്ടെ. ഇറങ്ങി വാടി പെണ്ണേ. നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. നിനക്ക് സ്വന്തം ആവശ്യത്തിന് വല്ല പണമോ പൊന്നോ പൊടിയോ വല്ലതും വേണം, വീട്ടിലേക്ക് വന്നാ മതി കേട്ടോ. ആരാ മോളെ? ഓ, കല്യാണത്തുള്ള സുഖമില്ലാതെ കിടക്കാണല്ലേ. വിളിക്കണ്ട, ഞാൻ പോവാ. ഞാൻ പറഞ്ഞു, നീ മറക്കണ്ട കേട്ടോ. ശാന്തേ, ശാന്തേ, ശാന്തമ്മേ. എന്താ? ആ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. കള്ളുഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ളു കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്ക് ഇതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. ആ, അങ്ങനെ പറ. അമ്മൂട്ടിയെ, വരട്ടെ. അച്ചുതട്ടാര് പണം പലിശക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്റെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. അങ്ങോട്ട് കണ്ടിടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താ നോക്കി നിൽക്കുന്നേ? ചോറണം വേഗടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട് സമയേ. ഇവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീങ്ങട് വാ വാ. ഇതൊക്കെ ഒന്ന് വിളമ്പേ.
അമ്മോ നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല ഏട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം. ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ? ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് ഒന്ന് രണ്ട് ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്ക. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. ഇങ്ങോട്ട് അച്ചുതൊട്ടാർ എവിടെ പോയി? അച്ഛൻ കുളിക്കുക. ഇത് ചെറുക്ക നല്ല സെറ്റപ്പാ. ഞാനിപ്പ ചേച്ചി അവര് വന്നിട്ടുണ്ട്. ചേച്ചി കുറച്ച് കാപ്പിയിട്. പിന്നെ ചെറുക്കനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പെണ്ണിന്റെ ഇളയതാ. എന്ത് ചെയ്യുന്നു? പിന്നെ ഞാനിവിടെ തട്ടാരുടെ കൂടെ ഇരുന്ന് പണിയാ. അതെ, പിന്നെ ഇവർക്ക് അടുത്ത വണ്ടിക്ക് ടൗണിലേക്ക് പോകാനുള്ള സെറ്റപ്പിലാ. കുറെ ദൂരം പോകാനുള്ളതല്ലേ. അച്ഛനെ വിളിക്ക്. അച്ഛൻ ഇപ്പൊ വരും. ആർക്കത്? അച്ഛാ, ചേച്ചിയെ കാണാൻ നാരായണൻ ചേട്ടനോട് രണ്ടുപേരും വന്നിരിക്കുന്നു. അതിനായിരിക്കും കാപ്പി ഉണ്ടാക്കിയത്. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി കാപ്പിയും ചായയൊക്കെ. ആ തട്ടാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. ഇത് അമ്മാവൻ. ചെറുക്കൻ അണ്ടിക്കമ്പനിയിലാ ജോലി. 900 രൂപ ശമ്പളമുണ്ട്. 25,000 രൂപയും 10 പവന്റെ ആഭരണവും കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എഴുന്നേറ്റ്. ഇപ്പോഴാണോ തമാശ പറയുന്നത്? തട്ടാർക്ക് എപ്പോഴും ഒരു തമാശ. 25,000 ഉളുവായും 10 പവന്റെ പൊന്നും ഇവിടെ എടുത്ത് കെട്ടി വെച്ചിരിക്കല്ലേ. എന്റെ മോക്ക് എന്നാ ഒരു കുഴപ്പം? തട്ടാടെ ഈ സ്വഭാവം കൊണ്ടാ. മോൾക്ക് 18 വയസ്സായി. വെച്ചോണ്ടിരുന്നു. എന്റെ മോളെ കാശൊന്നും വാങ്ങാൻ കെട്ടാൻ വരുന്നത് കെട്ടിയാ മതി. ഇനിയിപ്പോ ഇയാള് പറയണോ? വന്നാട്ടെ, നമുക്ക് വേറെ സെറ്റപ്പ് ചെയ്യാം. ഒരു തട്ടാര് വന്നേ നാട്ടിൽ വേറെ പെമ്പുള്ളാത്ത പോലെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്നായി നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ. നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് കഴിക്കുന്നുണ്ട് അരവണ്ണം എടുക്കുന്നത്. നിന്നെ ഞാൻ ഇന്ന് കൊല്ലാം. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ஐயா கும்பிடுற சாமி. இது யாரு? கருப்பையாவா? என்னவா சௌக்கியம் தானா? ஆமா சாமி. இது யாரு? நம்ம இளைய பொண்ணு காமாட்சி. அப்படியா? உனக்கு ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ കറിയാ. നീ വന്നില്ലല്ലോ ഞാൻ നിனைச்சிருக்காയിരുന്നു. വേറെ 3-4 പാർട്ടി ഇങ്ങ வந்து நான் யாருக்கும் கொடுத்தில்லை. ரொம்ப உபகாரம் சாமி. உனக்கு தெரியுமா, முட்டம் நிறைய பொண்ணு இருக்கு.
2 வருஷத்துக்கு முன்னால நீ மட்டும் இங்க வந்து பொண்ணு எடுத்தது. அதுக்கப்புறம் யாருக்கும் கொடுக்கலையா? பணம் ஏத்துறேன் சாமி. விலை என்ன? நீ ஒரு 1000 ரூபாய் போடும். 1000 ரூபாயா? என்ன சாமி இது? இந்த மண்ணை முழுசா அடிச்சா கூட 1/4 பவுனுக்கு மேல பொண்ணு கிடைக்காது. நான் ஒரு 250 ரூபா தர்றேன் சாமி. போயா, 250 ரூபாய். போய் வேலை பாரு. அப்படியெல்லாம் சொல்லாதீங்க சாமி. இந்த மாதிரி ஏதாவது கிடைச்சாதான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒண்ணு சொல்றேன், 500 ரூபாய் விடு. அது இவ்வளவு ஓர்த்துட்டா. இவ்வளவு கல்யாணம் பண்ணி ரசப்பட்டேன் சாமி. நான் ஒரு 400 ரூபா தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்படி கூட கிடையாது சாமி. சரி சரி கொடு. இந்தாங்க சாமி. വേറെ ഉറങ്ങിക്കോ. എന്തിനാ പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയില്ലേ അച്ഛൻ മണ്ണിടിച്ച് പൊന്നെടുത്തത്? ഒരു വീക്കിയാൻ പറ്റുന്നുണ്ടല്ലോ. கருப்பையா, எப்படி இருக்க? அவ்வளவுதானே? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும், நன்னாய் பாருங்க. ஏதாவது கவனம் கண்டியா? ஏதாவது சாமா பண்றியா? என்னம்மா பாம்பா? இங்க பாம்பு பரிதாரம் வராது. நீ கனவு கண்டதாയിരിക്കും. தூக்கத்தில் என்னவோ. படுத்துக்கோ. சாமி, ஒரு பொடி பொண்ணு கூட கிடைக்கல சாமி. கொடுத்த ரூபாய திரும்ப கொடுங்க சாமி. ഒന്നും கிடைச்சில்ல. ஏமாத்த வேண்டாம். எல்லாம் ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും. இல்ல சாமி, நீங்க எங்க வேணாலும் பாத்துக்கங்க சாமி. വേണ്ട വേണ്ട, நீங்க പറഞ്ഞ படி எல்லாம் நான் செய்திருக்கேன். அப்படி எல்லாம் சொல்லாதீங்க சாமி. பாதி ரூபாயாவது திருப்பி கொடு சாமி. ஊருக்கு திரும்பி போறதுக்கு காசு கிடையாது சாமி. போ போ போ. என் பொண்டாட்டி கட்டுத்தாலிய அடமான வச்சு வாங்கிட்டு வந்த பணம் சாமி. தயவு செய்து கொடுங்க சாமி. ഇനി എന്റെ തനി സ്വഭാവം എടുക്കണേ. വാലാലുകള് വലിഞ്ഞു കയറി വരും, എന്നിട്ട് കിടന്ന് കരയും. പാവങ്ങള് അവരുടെ രൂപ കൊടുത്തേക്കച്ച. അവർക്ക് ഒരു പടി പൊന്നു പോലും കിട്ടിയില്ല. അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും. നീ എന്നെ പഠിപ്പിക്കണ്ട. അവർ വന്നു കയറുമ്പോ തുടങ്ങിയ എന്റെ അനുകമ്പ. അച്ഛൻ ദുഷ്ടനാ, കള്ളനാ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കള്ളനല്ലേ? നിന്റെ അച്ഛൻ കള്ളനാ?
ആർക്കും വേണ്ട ആർക്കും വേണ്ട ആർക്കും വേണ്ടെന്ന് അമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി തട്ടാക്കുട്ടിക്ക് പറയാൻ കഴിയോ? ഭഗവതിക്കാവില് രണ്ടു നേരം തൊഴാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. നീരാഹാരം കഴിച്ച് തിങ്കളാഴ്ച വ്രതം നോക്കുന്നതും എനിക്ക് വേണ്ടിയിട്ടല്ല. തട്ടാക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ അമ്മൂട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇനി ഇങ്ങനത്തെ വിചാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. തലയാട്ടിയ പോരാ, എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ്. നീ എന്താ എന്നും ഇങ്ങനെ തന്നെ കഴിയാനാ ഉദ്ദേശം? നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. നീ മാത്രം. നീ എന്നാ വന്നത്? ഇന്നലെ. നിന്റെ കെട്ടിയവൻ ഇപ്പോഴും തുണിമില്ലി തന്നെ പണി. ആ, തങ്കപ്പേട്ട് നാളെ വൈകിട്ടേ എത്തൂ. ചേട്ടൻ നേരത്തെ വരാത്തതിന് ഞാനും കിടന്ന് തുടല് പൊട്ടിക്കുക. 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാൻ ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്ന മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി. ഉണ്ണി, ഉണ്ണിയില്ലേ? ഇല്ല. ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാല് മറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ട. നിങ്ങൾ കാരണം അച്ഛനെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത്. എന്നോടൊന്ന് എത്ര ദേഷ്യം. ആലവാല് തന്നേക്കട്ടെ, കൊടുത്തേക്കാവോ? ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? രണ്ട് ബ്ലൗസ് തയ്ക്കണം. തയ്ക്കാലോ? അകത്തേക്ക് കയറൂ, അളവെടുക്കാം. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ? അത് ശരിയാവില്ല. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം. എങ്കിലും നന്നാവൂ. അകത്തേക്ക് പൊക്കോളൂ. ഇങ്ങോട്ട് വരിക. അങ്ങോട്ട് പൊക്കോളൂ. ഞാൻ പിന്നാലെ ഉണ്ട്. കൊല്ലാനൊന്നും അല്ലല്ലോ. കൊച്ചാപ്പി എടുത്താ പോരെ? അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ? ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം. ആശാന് ചമ്മലം. പിന്നെ അച്ഛനെ അമ്മൂട്ടി വരുന്നുണ്ട്. ഓ, എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട, ബ്ലൗസ് മതി. ചെല്ലേ ചെല്ലേ. എന്ന് തരും? എന്നാ വേണേ തരാം. ചെല്ലേ. അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം? എന്തിനാ നീ പറയുന്നേ. ശരാ,
എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം. ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ, എനിക്കൊന്നും വേണ്ട. നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും. ആശാനെ അളവ് എടുക്കണോ? ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ചേച്ചി എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. ജാനുവിന്റെ കല്യാണത്തിന് ചേച്ചി പോയില്ലേ? ഇല്ല. എന്താ ചേച്ചി പോവാത്തെ? ചേച്ചിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ? അതല്ലുണ്ണി, ഞാൻ അവിടെ ചെല്ലുമ്പോ ഓരോരുത്തരും ചോദ്യം ഉണ്ടാവും. കല്യാണമൊന്നും ആയില്ലേ, എന്താ നടത്താത്തെന്നൊക്കെ. എന്നെ കൊണ്ടാവില്ല, പറഞ്ഞു പറഞ്ഞ് മടുത്തോ. ചേച്ചിയുടെ കല്യാണം അച്ഛൻ നടത്താഞ്ഞിട്ടല്ലേ? സ്ത്രീധനം കൊടുക്കാൻ അച്ഛൻ്റെ അടുത്ത് പൂത്ത പണം ഉണ്ടല്ലോ, അച്ഛൻ കൊടുക്കൂല. ഇങ്ങനത്തെ ഒരു അച്ഛൻ പിന്നെ ആർക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ? വേണ്ടുണ്ണി, ഇനി അതും പറഞ്ഞ് അച്ഛന് തല്ലുകൊള്ളണ്ട. അല്ലാതെ തന്നെ നിനക്ക് വേണ്ടത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ കണക്കെല്ലാം ശരിയല്ലേ? കല്യാണത്തിന് തട്ടാര് വരാതിരിക്കുക കേട്ടോ. ഈ ചിങ്ങത്തിലെ മോക്ക് 18 വയസ്സ് തികയൂ. വയസ്സ് തികയാഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്ഥ കൊടുത്തിരിക്കുക. ഓരോ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ അങ്ങ് തീരുമല്ലോ. അപ്പൊ ഗോപാലനാർ ഇറങ്ങല്ലേ? ഓ ശരി, എന്നാ ചെല്ലേ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത് ചേച്ചിയുടെ കല്യാണം എന്താ നടത്താത്തെന്ന്. നമുക്ക് നടത്തണ്ടേ ചേച്ചാ? ആങ്ങളുടെ കാശുണ്ടായിരുന്ന നേരത്തെ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? എന്റെ കാശില്ല, അച്ഛൻ്റെ അടുത്ത് പൂത്ത പണമില്ലയോ? ഉവ്വ വരുന്നവർക്ക് പെണ്ണിനല്ലേ പണമല്ലേ വേണ്ടത്? അച്ചിട്ടാര് പൊന്നും പണം കെട്ടി വെച്ചിരിക്കല്ലേ വാരിക്കോരി കൊടുക്കാൻ. അച്ഛനിങ്ങനെ പണം കൊട്ടി പിടിച്ചോണ്ടിരിക്കുന്നതിനാ? ചത്തു പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റുവാണോ? മിണ്ടാതെ അവിടെ നിന്ന് പറഞ്ഞോണം. അച്ഛനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കാശ് വാങ്ങിയാലേ അതിന്റെ ശാപം മുഴുവൻ കിട്ടുന്ന മക്കൾക്ക. കഴിവേറി നീ എന്നെ നേരെ സംസാരിക്കാതെ അല്ലടാ, അടിച്ച അസ്ഥിയാൻ ഓടിച്ചോളയും. ആ ഉണ്ണി, ഞാൻ പറഞ്ഞല്ലേ പറയണ്ടെന്ന്. അച്ഛൻ ലീലേച്ച കെട്ടിക്കില്ല. ഭാർഗവനെ, ഭാർഗവനില്ലേ അവിടെ? ഇല്ല, കടയിൽ പോയിരിക്കുക. കടയിൽ നിന്നാ വരുന്നത്, അവിടെ ഒന്നും കണ്ടില്ല. മുതലോ തരുന്നില്ല, 3-4 മാസമായി പലിശ നിന്നിട്ട്. ഇങ്ങനെ പോയാ എങ്ങനാ? അവൻ വരുമ്പോ പറഞ്ഞേര്. എന്താ ഇവിടെ കല്യാണം ഒന്നായില്ലേ? പലയിടത്തും പറയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. സ്വന്തം മകളുടെ കാര്യം നോക്കാതെയാ മറ്റുള്ളവരുടെ കാര്യം തിരക്കുന്നേ. കാശ് ചെലവാകുമെന്ന് കരുതിയാ ലീലയെ കെട്ടിച്ചയക്കാത്തെ. പാവം, അവൾക്ക് 18 വയസ്സായി. ഒന്നും കൊടുക്കാതെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുന്നു കരുതിയിരിക്കുക തട്ടാര്. ഈ കാലത്ത് നടക്കൂ? എനിക്ക് അവളെ കാണുന്നത് ദേഷ്യ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ പച്ചക്കിളിയെ നിന്നെ ഞാൻ പാടത്തെ പച്ച. എടാ കൊച്ചാപ്പി, എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല, അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ചു കുത്തിയല്ലേടാ? അയ്യോ, ഞാൻ വലിയ നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. ഞാൻ സത്യമായിട്ട് വലിയ നിർത്തി. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കാം. സിഗരറ്റാ? ഓ, വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു വെയിറ്റ്? ഓരോരോ കള്ളന്മാര്. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആഹാ, അനിയത്തി പെണ്ണിനെ
ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിലെ ആപ്പറേറ്ററാ. ആഹാ. കല്യാണം കഴിയുന്ന അന്ന് മുതലേ നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വരുന്നതിനുള്ള സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാ. വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാത്ത തരത്തിലുള്ള സെറ്റ്. ഒരു കാര്യം, അവൾ എന്റെ ഭാര്യയുടെ അനുജത്തിയാ. എന്നാലും ഉള്ളത് ഞാൻ പറയും. തനിക്കും കൂടി അടി കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയാ ഞാൻ ഈ പറയണത്. നീ കാര്യം എന്താ വെച്ചാ അവൾക്ക് ഒരു ലവ് ഉണ്ട്, ഒരു പ്രേമം. നീയായിട്ട് അങ്ങനെ വെച്ചാൽ സാരില്ല. വീട്ടിലാവുമ്പോ ആരും അറിയില്ലെന്ന് വെക്കാം. ഇത് കേസ് കെട്ട് വേറെയാ. ആരാ ആരാ ഒരു പോലീസുകാരനായി. നീ പറഞ്ഞത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ഒഴിവ് പറഞ്ഞ് ഈ സ്ഥലം മാറ്റാം. അവന്റെ അമ്മയുടെ ഒരു സെറ്റപ്പും ഒരു ഓപ്പറേറ്ററും. ഇതിനെന്തോ ആവില്ല. 40 രൂപ. അയ്യോ, ഇത് എല്ലാത്തും കൂടെ 5 രൂപ. 5 രൂപയോ? ആ കൈ കൊണ്ടുപോയി വീട്ടിൽ ചെന്നേ മീനെ തൊട്ടെന്ന് പറഞ്ഞാൽ മതി. 5 രൂപ പോലും. എന്നാ ഒരു രൂപ പിടിച്ചോ. എന്തൊരു നാറ്റം. പോകുന്ന വഴിക്ക് ഒന്ന് കുളിച്ചിട്ട് പോ. അമ്മ വന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയോട് നല്ലപോലെ ആണ് പറഞ്ഞു. അയ്യോ, അതേതായാലും നന്നായി. ഇല്ലെങ്കിലേ ആ മീൻ മുഴുവൻ തലേ കമിഴ്ത്തിയേനെ. പഠിക്കാത്തതിന് പാറുട്ടി ടീച്ചറുടെ തല്ല് എന്നും എനിക്ക് കൊള്ളുമായിരുന്നെങ്കിലും ഈ കുട്ടികളെ കാണുമ്പോഴാ ആ കാലം കഴിഞ്ഞതിൽ വിഷമം തോന്നുന്നത്. അല്ലേ തട്ടാക്കുട്ടി? ശരിയാ, കുട്ടികളായിരിക്കുമ്പോ തോന്നും വേഗം വലുതാവണമെന്ന്. ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. തട്ടാക്കുട്ടി മിടുക്കനായിരുന്നു, ഞാനൊരു മണ്ടിയും. തട്ടാക്കുട്ടി പഠിത്തം നിർത്തണ്ടായിരുന്നു. എനിക്ക് വലിയ ആശ ഉണ്ടായിരുന്നു, നമ്മളെ കണക്ക് പഠിപ്പിച്ച ഗോപാല സാറിനെ പോലെ ഒരു സാറാകണമെന്ന്. എന്നാ തട്ടിക്ക് പഠിക്കായിരുന്നേ. കണക്കില്ലായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുട്ടിയെ വിളിച്ചപ്പോ എന്റെ പുത്തൻ കാശി ഒഴിച്ചു. എന്ത് ദേഷ്യമായിരുന്നു തട്ടാക്കുട്ടിക്ക്. എന്നിട്ട് നീയല്ല തട്ടാക്കുട്ടി 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 ഒരു 100 തവണയെങ്കിലും വിളിച്ചു കാണും. എല്ലാരും എന്നെ ഉണ്ണീന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മൂട്ടിനെ തട്ടാക്കുട്ടീന്ന് വിളിക്കുന്നത് കേൾക്കാനാ ഇന്നെനിക്കിഷ്ടം. അയ്യോ, നീ മറക്കും പാടം പച്ചച്ച പാവാടയിട്ടപ്പം പാവം നീ എത്ര മേലോട്ടു നോക്കി ആടി കളിച്ചതും പാടി പറന്നതും ഒന്നായി കണ്ണീര് നീരി. കല്യാണം എവിടെ നിർത്തിട്ട് നടത്തണം നീ പറയണേ? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും എവിടുന്നെങ്കിലും കടവും വായ്പയും വാങ്ങി നമുക്കതങ്ങ് നടത്താം. ആ അച്ചുതൊട്ടാരോട് വാങ്ങിയിട്ടുള്ള മുതല് പോട്ടെ, പലിശ പോലും കൊടുത്തിട്ടില്ല. ആ പറയാൻ മറന്നു, ഇന്ന് ആ തട്ടാര് വന്നിരുന്നു. ഉവ്വോ. ഇത്തിരി പൊന്നും പൊടിയും ഒക്കെ എന്റെ കയ്യിലും ഉണ്ടല്ലോ. എല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും അതങ്ങ് നടത്തണം. ഇങ്ങനൊരു കാര്യം ഒത്തു കിട്ടാനാ പാട്. ശാന്തേ, അമ്മൂനെ കുറിച്ച് എനിക്ക് വിചാരില്ലാന്നുണ്ടോ? എപ്പോഴും അവളാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സില് ഒരാലോചന ഇല്ലാതില്ല. എന്താ അത്? അല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ ഒരു ശങ്ക. ഭാർഗവേട്ടൻ നല്ലതല്ലേ ആലോചിക്കൂ. നല്ല കാര്യമാണെങ്കിൽ നമുക്കത് നടത്താം. പറയൂ ഭാർഗവേട്ട. ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുള്ളൂ. അല്ല, അതുകൊണ്ട് എനിക്കും നിനക്കും അമ്മൂനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കടം കയറി പെരുകൂല്ല. എന്താണെന്ന് വെച്ചാ തുറന്നു പറ ഭാർഗവേട്ട. പറയാം. ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് നീ കരുതണം. മനസ്സാ വാചാ കർമ്മണ ഈ ഭാർഗവേട്ടന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അമ്മൂനെ ഞാൻ തന്നെ അങ്ങോട്ട് കെട്ടിയാലെന്താ?
ഇതിത്ര വലിയ കാര്യമൊന്നുമില്ല. നാട്ടിലൊക്കെ സാധാരണ നടക്കുന്ന സംഭവാ. നമുക്കാണെങ്കിൽ ഒരാൺകുട്ടിയില്ല. ഇനി തൊട്ട് നിനക്കതിന് കഴിയൂല. എന്റെ കാലശേഷം നമ്മുടെ കടയൊക്കെ നോക്കാൻ ഒരാള് വേണ്ടേ? എല്ലാം ഈശച്ചെന്ന് കരുതിയാ മതി. പൊന്നും പുടവയും തന്ന് നിന്നെ കെട്ടിച്ചയക്കാൻ ഈ ചേച്ചിക്കാവില്ല കുട്ടി. മോളെ, ഈ ചേച്ചിക്ക് ഇനി നിന്നോടൊന്നേ പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും ഒളിച്ചു പൊയ്ക്കോ. മനസ്സും ശരീരവും മരവിച്ച് ഈ ചേച്ചിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ. ഈ ഭാർഗവന് ഒരു നാണമില്ലല്ലോ. ശാന്തേച്ചിയുടെ ഭർത്താവില്ലേ അയാള്? അതിനെന്താ, ഒന്നുകൂടെ കെട്ടിയാൽ എന്താന്ന് അയാളുടെ ചോദ്യം. കൊള്ളാമല്ലോ അയാളുടെ പൂതി. നാട്ടിൽ നടപ്പുള്ളതല്ലേന്ന് അയാൾ പറയുന്നത്. നാട്ടു നടപ്പ് കൊല്ലും ഞാനയാളെ. എന്റെ അമ്മൂട്ടിയെ ഞാനല്ലാതെ മറ്റാര് കെട്ടിയാലും അവനെ കൊല്ലും ഞാൻ. നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരാ. എന്താ എന്താ പിള്ള ചേട്ടാ, വിശേഷം വല്ലതും ഉണ്ടോ? നിനക്ക് നേരിട്ട് അളവെടുത്താലേ തയ്യൽ വരത്തുള്ളൂ. ഏയ് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ബ്ലൗസ് കൊണ്ടുവന്നാല് ആ ബ്ലൗസ് വെച്ച് അളവെടുക്കാം. പിന്നെ സ്വന്തക്കാരാവുമ്പോ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് അല്ല നന്നാവാൻ വേണ്ടി. നീ ഇവിടെ കുറെ നന്നാക്കുന്ന ലക്ഷ്യമുണ്ട്. അടിച്ചു. അയ്യോ എന്നെ തല്ലല്ലേ. ഭാര്യ യൂട്രസ് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്ക. തല്ലിയ കേടുപറ്റേ. നിന്റെ തിരിച്ചുകൊള്ളു. തുറന്ന മണി കൊണ്ടോ. അവന്റെ ഒരു അളവെടുപ്പ്. ആശാനേ, നീ എവിടേക്കാണ് ഓടിപ്പോയത്? അതെ, ഞാൻ ഇവരെ വിളിച്ചോണ്ടുവരാനാ. എന്തിനാ? എന്റെ ശവം പൊക്കിക്കൊണ്ടുപോവാനോ? മനുഷ്യന് സമാധാനമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാൻ ഇത് പൂട്ടി വല്ല ബോംബെക്ക് പോകാൻ പോവാ. ഒരു അളവെടുത്തതിന് ഇത്ര വലിയ പ്രശ്ന. താനേ സ്വർണ്ണത്തെ ചെമ്പ് ചേർത്തോ, ചെമ്പ് സ്വർണ്ണം ചേർത്തോ ആഭരണം പണിത്? അനാവശ്യം പറയരുത്. ശ്രീയാണെന്ന് ഞാൻ ഓർക്കില്ല. എന്റെ മോക്ക് പണിത് വന്ന ആഭരണം ചെമ്പ് ചേർത്തല്ലേ താൻ പണിത്? അതാണ് ചെമ്പ് ചേർത്ത് സ്വർണ്ണം പണിയാൻ പറ്റൂ. അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. നിനക്കിത് വേണ്ട. ഒന്നുകിൽ സ്വന്നിരിച്ചതാ അല്ല നിന്നതാ. പേടിപ്പിക്കണോ? തരാൻ മനസ്സില്ല. നീ മേടിക്കണോന്ന് കാണണല്ലോ. ഒന്നും തിരിച്ചു മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് ദാമോദരനല്ല. അന്നേരം കാണാം. ഞാനെന്തോ ആദ്യം ചെയ്യുന്ന പോലെ പേര് വന്നിരിക്കുന്നു. 32 വർഷമായി ഈ പണി ഉറങ്ങിയിട്ട്. ഇതുവരെ ഒരുത്തരും കയറി വന്നിട്ടില്ല ചോദിക്കാൻ. സ്വർണ്ണത്തിൽ ചെമ്പി ചേർക്കാൻ പാടില്ലെന്ന്. കുളിച്ച് പൗഡർ ഇട്ട് എങ്ങോട്ടേക്കാ? നീ വന്ന് അവിടെ പിടിച്ചേ. പിന്നെ ഒരു കാര്യം, കാവില് പൂർവ്വം മേളമൊക്കെ നടക്കും. അങ്ങോട്ടൊന്നും എഴുന്നള്ളണ്ട. രാത്രി ഇവിടെ ഇരുന്ന് പണിതാലേ നാളെ രാവിലെ ഇത് കൊടുക്കാൻ പറ്റും.
ഇതെങ്ങനെയുണ്ട്? ഉം ഹും. ഇത് മതി. കൊള്ളോ? മുത്തുമാല ഇട്ടിട്ട് അമ്മൂട്ടിക്ക് ഒരു ചന്തവുമില്ല. പാവങ്ങൾക്കൊക്കെ ഇത് തന്നെ അധികം. സ്വർണ്ണപ്പണിയും പണം പലിശയ്ക്ക് കൊടുക്കലൊന്നും ഞങ്ങൾക്കില്ലല്ലോ. അത് അച്ഛനല്ലയോ? ആ, കാശുണ്ടാകട്ടെ. പൊന്നുകൊണ്ടൊരു മാല തീർത്ത് ഈ കൈ കൊണ്ട് ഞാൻ എന്റെ അമ്മൂന്റെ കഴുത്തിൽ കിട്ടും. ആർക്കും പണിത് കൊടുക്കാത്ത ഒരു പണിത്തരമായിരിക്കും അത്. ആ മാലയുടെ പേരെന്താ നമ്മട്ടിക്കറിയാവോ? എന്താ? കല്യാണമാല. ദേ, എനിക്ക് തരാൻ വേണ്ടി വല്ലവരും കൊണ്ടു കൊടുത്തിരിക്കുന്ന പൊന്നെടുത്ത് മാല തീർത്തിട്ടേ വെറുതെ അച്ഛൻ്റെ ഇത് അടി വാങ്ങരുത്. എനിക്കാരുടെയും പൊന്നു വേണ്ട. എന്റെ അമ്മൂട്ടിയുടെ കഴുത്തിൽ കെട്ടാനുള്ള പൊന്ന് ഈ ഞാൻ അധ്വാനിച്ചുണ്ടാക്കും. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെട്, അല്ലെങ്കിൽ കാലം നിങ്ങളെ ല്ലേ? എല്ലാം ഞാൻ അറിഞ്ഞു. അമ്മൂട്ടി, ഞാൻ യാത്ര പറയാനാ വന്നത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ. വയ്യ അമ്മൂട്ടി, ഇനി തല്ലുകൊള്ളാൻ വയ്യ. ഇത് കണ്ടോ? ഇനി ഈ നാട്ടിൽ നിന്ന് അയനെ കൊല്ലും. ഞാൻ പോട്ടെ അമ്മൂട്ടി. സ്വന്തം കാലം നിൽക്കാറാകുമ്പോ ഞാൻ വരും. അമ്മൂട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ. നമസ്കാരം ഉണ്ടോ മുതലാളി? നമസ്കാരം 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 നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ, ഗൺപത് രക്ഷിക്കണേ. ദേവാ, ആജിജങ്കാറു മേൽക്ക ദൈവമേ, ഇന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ.
ഹലോ, വെങ്കടേശ്വരപ്പായി, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുണ്ണ തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേച്ചക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കണു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഭണ്ടാർ, രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ് എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ ചായക്കട, ഈ സ്വർണ്ണക്കടയാണ് ജൂവലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുണ്ടല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അറി ശ്രീനിവാസൻ, രണ്ടുപേരും ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ നീക്കൂ, വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. ഒരു ബീഡി കത്തിക്കാൻ 2 തീപ്പെട്ടിയാവുന്ന തോന്നുന്നു. ഒരു മുണഞ്ഞ ബീഡി. ഇതാ തീപ്പെട്ടി. അല്ല, മറ്റേ കാര്യം എന്താ? ഒരു ചായ പോലും കുടിക്കായിരുന്നു പണിയുന്നുണ്ടില്ലേ? ബാക്കിയുള്ളവർക്ക് നീ പണി അറിഞ്ഞൂടാ. താനിങ്ങനെ രാവിലെ പോയി കൂനി പിടിച്ചൊന്നും പണിതാലേ ബാക്കിയുള്ളവർക്ക് അതിന്റെ കേട്. പുത്തനച്ച് പെരപ്പുറം അടിക്കാന്ന് പറഞ്ഞ പോലെ പണിയട്ടെ, കുറെ കഴിയുമ്പോ മാറും. അപ്പോഴേ നാളെ യൂണിയനിൽ ചേർന്നോളണം. എന്തിനാണോ ചോദിക്കുന്നത്? നാളെ രസീത് എഴുതി കൊടുത്ത് കാശ് വാങ്ങിക്കേ. അതാ അതിന്റെ ശരി. എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാജു. തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയൂ തന്നെ തിന്നടത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും ഭണ്ഡാരം. സത്തുപോട്ട ഭണ്ഡാരം. ഒരു ജിലേബി ദിഗ്വേ, എന്നാ ഒരു ലഡു ദിഗ്വേ. ലഡുന് മധുരം കുറവുണ്ട്. കണ്ണാ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തുപോകും കണ്ണാ. നീ സത്തുപോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടില്ലേ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പിടിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്കാ ജ്യൂസ് കുടിക്ക്. തിർമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറും.
ആറോ വന്നിരിക്കണു, പോയി നോക്ക്. ഓച്ചഞ്ചോയ്. സർക്കിളാണ്, ഇറക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. എന്തൊരു ബലം പണ്ടാറ. മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറെ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം എന്താ ശരിയല്ലേ? ചേച്ചി, സാരി. എന്റെ സെലക്ഷൻ സാറിന് ഇഷ്ടപ്പെടുവോ? ഞാൻ ഇതല്ല പറഞ്ഞത്. ഇതൊരുമാതിരി പാണ്ടിക്കാർ കൊടുക്കുന്ന പോലെ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അപ്പൊ സാറിന് വരാൻ പാടില്ലായിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങി, വേണമെങ്കിൽ എടുത്താൽ മതി. എത്ര നേരമായി ഇവിടെ ഒന്നും പോയിട്ട്? എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? അച്ഛാ, വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ വർക്ക്ഷോപ്പിലാക്കിയിട്ടാ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയായിട്ട് പോയാ എപ്പോഴാച്ചാ വഴി കിടക്കാത്തത്? ആ പോലീസ് ജീപ്പിൽ പോയാൽ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് പേഴ്സണൽ കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഓ, അച്ഛന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ ഓരോരോ ഉദ്യോഗസ്ഥന്മാര് മലക്കറിയും മീനും വാങ്ങിക്കാനാ ജീപ്പ് ഉപയോഗിക്കുന്നത്. ആയിരിക്കാം, പക്ഷേ അച്ഛൻ അത്രക്കാരനല്ല മോളെ. കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന TC 745 നമ്പർ ബസ് ഏതാനും സമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. 10:55 ചങ്ങനാശ്ശേരി വഴി മാവേലിക്കരയ്ക്ക് പോകേണ്ട ബസ് ഇന്നുണ്ടായിരിക്കുന്നതല്ല. 11:45 ചേർത്തല വഴി ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്ന മാസ് പാസഞ്ചർ ബസിന്റെ കൂപ്പൺ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ പേരുണ്ട്. നോക്കി നിൽക്കണത് എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. നോക്കട്ടെ. കാണിക്കൂ. ഇത് പുതിയ ഡിസൈനാണ്. ഇത് എത്ര പവനാ? 4 പവനാണ്. 4. അറു ശ്രീനിവാസൻ, നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത്. പണ്ടാറം എന്നാലും നല്ല പയ്യൻ. അവനെ വിളിക്കൂ, ഞാൻ എന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. മഹറി, എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. ഐറ്റംസ് കാണിച്ചു കൊടുക്കൂ. ഇത് മതി, നോക്കി നോക്കി ഇഷ്ടമായോ? നല്ലതെടുക്കാം. നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട്? ഉണ്ട്, അകത്തുണ്ട്. പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറേ നിർമ്മൽ, നീ ഇതുവരെ എവിടായിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരേ നിർമ്മൽ, ഇത് ഉണ്ണി നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരേ നിർമ്മൽ ഇറക്കൂ. നീ എങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടുമ്പോൾ ഇങ്ങോട്ട് വരും.
സ്പുട്നിക്ക് വിടും പോലെ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ ചത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. പപ്പ ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ചാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നു ദേവാ. ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാറ്? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നിക്കു നിക്കു, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മൺസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, വെങ്കടേശ്വരപ്പൈ. ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? പണി തന്നിട്ടുണ്ടെന്ന് പറയാനാ. എടോ, ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി. താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ. വരിസംഖ്യ ഭജന എടുത്തേ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം. It would have to be able to change its molecular structure, like gold changing itself. തൂസിക്കണമേ, നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ? അത് ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേറ്റ് ഗാലി ഗാലി പാൻപിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം വരുന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിടുന്ന് എന്ത് കഥ കാണുന്നെന്ന് അറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളിലും സെക്സ്. താളയും സെക്സോ? നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താള ഇരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ അല്ലോ കണ്ണ, സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ, ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നുറങ്ങാം. നീയല്ലേ പറയാറുള്ളത് ലഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണാ. ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ശ്രീനിവാസനോ? ഞാൻ പോയി വന്നോ.
തന്നെയാണ് മാല കാണുന്ന ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാല എടുത്തത് ഉറപ്പാണോ? അന്ന് കളപ്പനർക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. സത്യം വേണം. എവിടെയാണോ ഇരിക്കുന്നത്? സത്യം വേണം. സത്യം. എടാ, പറയാ. പറഞ്ഞില്ലല്ലേടാ. തല്ലണം, ഇതരണം. ഇവൻ കള്ളനാണ്, കള്ളൻ. ഇവൻ തന്നെയാണ് മാല എടുത്തിട്ടുള്ളത്. നീ അമ്മാവന്റെ വീട്ടിൽ താമസിക്കുന്നത് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലെ കിടക്കുന്നത്. അത് തന്നെ കള്ളമല്ലേ? അയ്യോ, അതെനിക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ജോലി തരില്ലെങ്കിലും ഒന്ന് കരുതിയ. എന്താ ഇവനെ തെറ്റില്ലെന്നാ പറഞ്ഞത്? എടാ, നീ ഉള്ള സത്യം തുറന്നു പറഞ്ഞേര്. എവിടെയാ മല വെച്ചിരിക്കുന്നേ? അതിങ്ങ് എടുത്ത് തീർത്തി പോയിക്കോ. ഈശ്വരനാണ് ഞാൻ എടുത്തിട്ടില്ല സാറേ. ദേവാ, സാർ, ഒരു അബദ്ധം പറ്റിയതാണ്. മാല കിട്ടി, മാല കിട്ടി. നല്ല പയ്യൻ, കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട്. മിസ്റ്റർ പൈ, എന്തെങ്കിലും കാണാതായാൽ എല്ലായിടത്തും ശരിക്ക് അന്വേഷിച്ചതിന് ശേഷമേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഉണ്ണി, ഇവർ നിന്നെ ഒരുപാട് തല്ലി. നമ്മൾ വളരെയേറെ ദുഃഖിക്കുന്നു. നിന്റെ വർഗം തന്നെയാണ് ഇതിന് കാരണം. നീ ബാ, നമുക്ക് കടയിലേക്ക് പോകാം. നിനക്ക് നമ്മൾ ശമ്പളം കൂട്ടി തരുന്നുണ്ട്. എനിക്ക് ജോലി വേണ്ട സാർ. ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അച്ഛന്റെ തല്ല് സഹിക്കയ്യാതെ ഞാൻ വീട് ഇറങ്ങിയത്. സാരമില്ലടൂ, ഒരു അബദ്ധം പറ്റിയതല്ലേ, കൂടെ ചെല്ലേ. നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല. നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണോ? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട. അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പണിയാം. എന്റെ അച്ഛനോട് സ്നേഹത്തിൽ നിന്നാ എന്ത് കാര്യവും സാധിക്കാം. ആ, പണിസാധനമൊക്കെ ആയല്ലോ. ഇനി എന്തെങ്കിലും വേണോ? മതി, ധാരാളം മതി. എന്നാ ഞാൻ വരട്ടെ. ഓ, ആ, ഇരിക്കൂ, ഇരുന്ന് പണിതോളൂ. ഉണ്ണി, വരൂ. അത് മേനോൻ സാറിന്റെ വീടാ. അച്ഛന്റെ സ്നേഹിത മേനോൻ സാറ്. ഉണ്ണിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരുമില്ലേ? നിർമ്മൽ, ആ, വാരിക്കോ വാരിക്കോ. ഞങ്ങളുടെ ഭാഷ വേറെ ഒറ്റ കുഞ്ഞിന് പറയാൻ പറ്റുമോ? അതാ ഞങ്ങളുടെ ഭാഷയുടെ ഗുണം. ഓ, ആ, അങ്കിളില്ലേ? അച്ഛൻ നേരത്തെ സ്റ്റേഷനിൽ പോയി. ചേച്ചിയോ? ചേച്ചി, ദേ ഹരേ നിർമ്മൽ വന്നിരിക്കുന്നു. മാർച്ചിലല്ലേ സിന്ധുവിന്റെ NCC ക്യാമ്പ്? നിർമ്മൽ ക്യാമ്പിൽ പോകുന്നില്ലേ? പിന്നെ പോകാതെ. ക്യാമ്പിന് പോകാൻ വേണ്ടിയല്ലേ NCC ചേരുന്നത് തന്നെ. പിന്നെന്താ സാറ് പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. അവിടെ പുതിയൊരു പണിക്കാരൻ താമസിക്കുന്നുണ്ട്. ഓ, അതായിരുന്നല്ലേ ഇന്നലെ രാത്രി ഒരു വെളിച്ചം കണ്ടത്. ആ സിന്ധു, നിർമ്മലിന് ചായ കൊടുക്കുന്നില്ലേ? ആ, എന്താ ചായ തരാത്തേന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ആ, പിന്നെ 1 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതും വേണം. ആ, അതൊക്കെ തീർന്നു. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഷോ, ഓർത്താ ഞാൻ വന്നത് തന്നെ. ഇരിക്കെ, ഉള്ളതൊക്കെ കൊണ്ടുവരാം.
അത്രയും പ്രിയപ്പെട്ട അമ്മൂട്ടിക്ക് അമ്മൂട്ടിയുടെ ഭാഗ്യം കൊണ്ടാവും വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈ വലിയ നഗരത്തിലെ ഒരു വലിയ സ്വർണ്ണക്കടയിൽ ജോലി കിട്ടിയത്. മുതലാളി നല്ല ആളാണ്. ഒറ്റയ്ക്കൊരു വീട്ടിലാണ് ഞാനിരുന്ന് പണിയുന്നതും താമസിക്കുന്നതും. എനിക്കിവിടെ ഒരു വിഷമമേ ഉള്ളൂ, അമ്മൂട്ടിയെ കാണാത്ത വിഷമം. ഭാർഗവേട്ടൻ ഇപ്പോഴും കെട്ടണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല അമ്മൂട്ടി, അമ്മൂട്ടി ആരും കെട്ടില്ല. കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കെട്ടുന്നതിനെ ഞാൻ കൊല്ലും. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ. അതിനു മുമ്പ് ഇനി നാട്ടിലേക്ക് വരില്ല. ലീലേച്ചിയെ കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹം കാണില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോകില്ലേ? ലീലേച്ചിയോട് എന്റെ വിശേഷം പ്രത്യേകം പറയണം. അമ്മൂട്ടിക്ക് സുഖമാണെന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു. അമ്മുവിന്റെ തട്ടാക്കുട്ടി. ലീലേച്ചി, അയ്യോ എന്താ പിന്നെ കിതയ്ക്കുന്നത്? ഓടിയിട്ടാ? വലിയ പട്ടണത്തിൽ വലിയ സ്വർണ്ണക്കടയിൽ തട്ടാക്കുട്ടിക്കൊരു ജോലി. ഉണ്ണിക്ക് ജോലി കിട്ടിയോ? ലീലേച്ചി കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹമില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോവില്ലേ? എവിടെടി മോളെ കത്ത്? കാണട്ടെ. കത്തേ എനിക്കുള്ളതാ. നിനക്കുള്ള ഭാഗം ഞാൻ വായിക്കില്ല. എന്നാലും എനിക്ക് നാണാവും. താ മോളെ. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ. എന്താ തട്ടാര്, മോൻ നാട് വിട്ട് പോയിട്ട് വല്ല വിവരമുണ്ടോ? നാട് വിട്ടു പോയവരൊക്കെ അന്വേഷിക്കാൻ ആർക്കാ സമയം? എന്നാലും തട്ടാരുടെ മോനല്ലേ? ഓ മോൻ, പട്ടിക്കുമില്ലേ മക്കള്? കേടോ, കാശിന് പ്രയോജനമില്ലാത്തങ്ങളൊക്കെ മക്കളായിട്ട് ആരാ കൂട്ടുന്നേ? അവൻ തന്റെ തോപ്പിച്ച് പോയല്ലേ, ഇപ്പൊ അനുഭവിച്ചു കാണും. പാട്ടിന് കിടന്ന് ചത്ത് കാണും. തട്ടാരുടെ മോളെ കല്യാണമൊന്നും ആയില്ലേ? വരുന്നവർക്കൊക്കെ പെണ്ണിനല്ല വേണ്ടത്, പണമാ. ഒറ്റ മോളല്ലേ തട്ടാർക്കുള്ളൂ, കുറച്ച് കാശ് കൊടുത്ത് കെട്ടിച്ചയച്ചാൽ എന്താ? എടോ, ആ ഭാർഗവൻ വന്നില്ലേ? 2 ദിവസമായിട്ട് അയാൾ വന്നില്ല. അവൻ മുങ്ങി നടക്കായിരിക്കും. കഴിഞ്ഞില്ലേടാ ഭാർഗവ? അയ്യോ തട്ടാരാ? എന്താ തട്ടാരെ? നീ എന്താണ് എന്നെ കണ്ടുകൂടെ കയറി വിളിച്ചിരുന്നേ? എന്റെ അമ്മയാണ് അങ്ങനെയല്ല. കൊച്ചിന് വയറിന് തീരെ സുഖമില്ല. അപ്പൊ തിരി മുത്തങ്ങ വറക്കായിരുന്നതാ. മുത്തങ്ങ പറിക്കാതിരിക്ക. ഇങ്ങോട്ട് വയ്ക്കേ. വേഷം കെട്ട് കാണിക്കരുത്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ആളെ കളിയാക്ക. നീ എന്നെ പട്ടിയെ പോലെ നടത്താൻ നോക്കിട്ട് 4 കുറെ ആയി. എനിക്ക് ഇപ്പൊ എന്റെ രൂപ കിട്ടണം. തട്ടാരെ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയൊന്നുമില്ല. ഞാൻ താമസിയാതെ തരാം. നീ ഇതെപ്പോഴും പറയുന്നല്ലേ. തിരിച്ചു തന്നില്ലെങ്കിലേ സംഗതി വശമാവും. തരാം തട്ടാരെ, എന്റെ മെഷീൻ വിരിട്ടെങ്കിലും തരാം. എന്ത് വിറ്റാലും കൊള്ളാം, എനിക്ക് എന്നെ പണം കിട്ടണം. അല്ല എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട.
ചൊല്ലി ചോദ്യം ഇല്ലാതെ ഗേറ്റ് തുറന്ന് വെള്ളം എടുക്കാൻ? ഞാൻ പൈപ്പ് വെള്ളമില്ലാത്തോണ്ടാ. തന്നോടല്ലേ പറഞ്ഞത് പൈപ്പ് കൂട്ടി പുറത്തു പോകാൻ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാ, സ്വർണ്ണക്കടയിലെ പണിക്കാരൻ. ആരായാലും എന്താ? എന്താ? ആരാ? ഒരു ചോദ്യം ഇല്ലാതെ ചേച്ചി ഗേറ്റ് തുറന്നു വെള്ളം എടുക്കുന്നത്? ഒന്നാമത് ഇവിടെ കള്ളന്മാരുടെ ശല്യ. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ടാ. നിങ്ങളാരാ? ഞാൻ ആ വീട്ടിൽ താമസിക്കണ പണിക്കാരനാ. ആ, ആവശ്യമുള്ള വെള്ളം എടുത്തോണ്ട് പോയിക്കോളൂ. ആ, ഇങ്ങനെ ചേച്ചി. ഞാൻ കക്കാനും മോട്ടിക്കാനൊന്നും വന്നതല്ല, പൈപ്പിൽ വെള്ളം തീർന്നോണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ഇതെന്റെ വീടാണ്. ജോലിക്കാരെ ഭയന്ന് നീ ഇവിടെ വന്ന് ജോലി ചെയ്യായിരിക്കും അല്ലേ? പിന്നെ നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. റൗണി, റൗണി, ഇറങ്ങി വാടാ. നീ ഞങ്ങളുടെ ജോലി കളിച്ച് ഇവിടെ ഒന്ന് ഒളിച്ചു പണിയാ? ഞാനൊന്നും കഴിച്ചില്ല. നീ കളയിച്ചില്ലല്ലേ? നീ ഇപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് ചരക്കണ്ട. ഞാനൊന്നും മുതലാളിയോട് പറഞ്ഞിട്ടില്ല. മാല മാറ്റി വെച്ചിട്ട് എന്നെ കളക്കിയത്. നീ വലിയ വർത്താനൊന്നും പറയണ്ട, വേഗം ഇവിടെ സ്ഥലം വിട്ടണം. ഞാനിവിടെ പോവാനാ. ഞാൻ പോവില്ല. നീ ഇവിടെ പോയില്ല? ഇല്ല. നീ പോകുന്ന ഞങ്ങൾ നോക്കാം. എന്താ ഇത്? ഇവൻ കരിങ്കാരിയാ, പൈമുതലായുടെ കടയിലെ പണിക്കാരായിരുന്നു ഞങ്ങള്. ഇവൻ കാരണം ഞങ്ങൾ ജോലി പോയി. അതിന് നിങ്ങൾ ഇയാളെ വന്ന് തല്ലിയിട്ട് എന്താ കാര്യം? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാനോ? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ മേനോൻ സാറിന്റെ മോളാ. ആളെ മനസ്സിലായില്ല. ആ, നിങ്ങളൊക്കെ പോണം. അവര് സ്വർണ്ണക്കടയിലെ മാല മാറ്റി വെച്ചെന്നെ കള്ള പോലീസിനെ തല്ലു വിളിച്ചതും പോരാ, ഇപ്പൊ അവര് തന്നെ തല്ലാൻ വന്നിരിക്കുന്നു. പോട്ടെ, സാരമില്ല, കരയണ്ട. ഞാനിവിടെ നിന്ന ഇനി അവരെന്നെ തല്ലും. ഞാനിവിടുന്ന് പോകാൻ പോവാ. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണി ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഉണ്ണി പോയിരുന്നു ജോലി. ഒന്നുമില്ലെങ്കിലും നേരെ മുന്നിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ താമസിക്കുന്നില്ലേ? അവന്മാർ വന്ന് നിന്നെ തള്ളിയോ? അവന്മാർ എങ്ങനെ വെറുതെ വിട്ടുകൂടാ? നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊല്ലാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോകണമെന്നും പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്, ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം, ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിട്ടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്, ഞാനല്ലേ കട പൂട്ടണേ. എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ, വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും, നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി, നീ ധൈര്യമായിട്ട് പോയി പൊന്മുണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അറിയിപ്പോ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണിക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്നായി ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. മായച്ചി വന്നോണ്ട് അവര് പോയത്. എന്നിട്ട് നീ മായച്ചിയോട് നന്ദി പറഞ്ഞോ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരോട് നിന്നില്ല. നന്ദി പറയാൻ വേണ്ടി ആരെങ്കിലും നിന്ന് തരുമോ? നീ ഒരു മണക്കൂസ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താ അതിന് താങ്ക്സ് പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാനിട്ടാ. ശരി, നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ പോരെ? അത് മതി. എണീക്കടാ. ഒന്ന് വേഗം എണിച്ചേടാ. ചേടാ, നന്ദി പറഞ്ഞ കാല് കെട്ടി വീണിട്ടല്ല,
കാലെ കെട്ടി വീണെന്ന് പറഞ്ഞില്ല എന്നോട്. പണിക്കാരൻ ഇവരെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയാൻ വന്നതാ. ഓ, പട്ടണത്തിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഇങ്ങനെയായാൽ എങ്ങനെയാ? എന്നെ പോലെ അല്ലേ മായ ചേച്ചി? ഓ, തന്റെ ധൈര്യം കോളേജ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതിപ്പോ പോലീസുകാർ വന്നാൽ ഞാൻ ഓടും. ഇരിക്കൂ, ഇരിക്കൂ. ഇരിക്കടാ. എവിടെ വീട്? തൃത്താല. ഹാ, ഇങ്ങനെ പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വിടാനാണോ മായ ചേച്ചിയുടെ ഉദ്ദേശം? അത് നടപ്പില്ല. കാപ്പി തരുന്നില്ലേ? ദേ ഉണ്ണിയപ്പം വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ വേറൊരു കുട്ടിയുണ്ട്, ഒരു മനുഷ്യൻ പറ്റൂല. ഓ സിന്ധു, അറുത്ത് മുറിച്ച് സംസാരിക്കെങ്കിലും ആ കുട്ടിയും പാവാ. ദേ വരുന്നുണ്ട്. ആഹാ, ഇതാര്? സിന്ധു ആള് കൊള്ളാമല്ലോ. വെള്ളം എടുക്കാൻ വന്നപ്പോ സിന്ധുവിനെ വരട്ടി അല്ലേ? നീ ഇരുന്നോടാ. ഇരുന്നോളൂ. കണ്ടോ, ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ സിന്ധുവിന് മനുഷ്യപ്പറ്റുണ്ടോ? മനുഷ്യ പറ്റോ? അതെന്ത് പറ്റാ? അത് അതൊന്നുമില്ല. ഹാ, ഉണ്ണിയപ്പം വന്നല്ലോ. കൊതിയൻ. ഉറക്കത്തിൽ അറിയാതെ കൈകൊണ്ട് പെട്ടതാ. ഉണ്ണി, ഇനി പൊട്ടത് നന്നായിട്ട് വിളക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിയില്ലെങ്കിൽ ഇവർക്ക് എന്താ പണി? അല്ലേ കൊച്ചേട്ടാരെ? പൈസ ഒന്നും വേണ്ട. അത് പറ്റില്ല. ജോലി ചെയ്താ പൈസ വാങ്ങണം. ദാ വാ. എന്താ ഉണ്ണി, പേടിയൊക്കെ മാറിയോ? ഇപ്പോ തന്റെ ഇടം തോന്നുന്നുണ്ടോ? ആ, ഉണ്ണിയോ? വരൂ, ഇരിക്കൂ. ഇരിക്കാൻ. എന്താ വന്നത്? ഒന്നുമില്ല, വെറുതെ. വെറുതെ ഉണ്ണി വരില്ല എന്ന് എനിക്കറിയാം. അത് ഒരു കാര്യം അറിയാൻ വന്നാ. എന്താ ഉണ്ണി? അത് അല്ലെങ്കിൽ വേണ്ട. എന്താന്ന് വെച്ചാ ചോദിക്കൂ ഉണ്ണി. ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ? അല്ല, പിന്നെ ഈ തന്റെ ഇടം ഉണ്ടാകുന്ന എങ്ങനെ? ഇതറിയാൻ വേണ്ടിട്ടാണോ വന്നത്? കൊള്ളാം. ഈ തന്റെ ഇടം എന്ന് പറയുന്നത് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതല്ല. ആണുങ്ങൾക്ക് തന്റെ ഇടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അതെങ്ങനെയാ വരുന്നത്? മരുന്ന് കഴിച്ചാ കിട്ടൂ? എന്റെ ഉണ്ണി, ഇയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ആദ്യം വേണ്ടത് ഉണ്ണിയുടെ ഈ രൂപം തന്നെ ഒന്ന് മാറ്റണം. ഈ കടുക്കനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കൂടെ? ഇക്കാലത്ത് ആണുങ്ങൾ ആരെങ്കിലും കടുക്കനിടുവോ? ഞങ്ങളെ ആൾക്കാരെല്ലാം കടുക്കനിടും. അതൊക്കെ പണ്ടത്തെ കാലമാ. മാത്രമല്ല, ഇത് പട്ടണമാ. പട്ടണത്തിൽ വരുമ്പോ അതിൻ്റെതായ രീതിയിൽ നടക്കണ്ടേ? എന്തോ ഇത് കോട്ടക്കൽ ആര്യ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ഗുലു രസായനം. നീ തന്റെ ഇടം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് മായ ചേച്ചിയോട് ചോദിച്ചില്ലേ? എന്നോട് ചോദിച്ചാ പോരെ? ഇത് തന്റെ ഇടം ഉണ്ടാകുന്നുള്ള ലേമാ. തന്റെ ഇടം ഉണ്ടാവൂ? പിന്നെ ഇപ്പൊ തന്നെ 2 സ്പൂൺ കഴിച്ചോ. കടുക്കനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കൂടെ? ഇക്കാലത്ത് ആണുങ്ങൾ ആരെങ്കിലും കടുക്കനിടുവോ?
ആഹാ, ഉണ്ണിയോ? ഇന്നലെ വെളുക്കോളം മുറിയിൽ ലൈറ്റ് കണ്ടല്ലോ. എന്തായിരുന്നു? കുറച്ച് പനി തീരാനുണ്ടായിരുന്നു. തന്റെ ഇടം ഉണ്ടാകാൻ വേണ്ടി നിർമ്മൽ വാങ്ങിച്ചു തന്ന മരുന്ന് കഴിച്ചോ? ഓ, അത് കഴിച്ചിട്ട് വയറിളക്കം വിട്ടുമാറുന്നേ ഇല്ല. ഞാനിപ്പോ അത് തൊടുന്നില്ല. എന്താ ചെവിയില്? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്താ മറച്ചു പിടിച്ചിരിക്കുന്നേ? ഹായ്, സ്റ്റൈലായിട്ടുണ്ട്. ഇനി ഉണ്ണി ഈ ഹെയർ സ്റ്റൈലും കൂടെ ഒന്ന് ആരെങ്കിലും ഇങ്ങനെ മുടി ചെയ്യുവോ? ചെറുപ്പം മുതലേ ഇതിങ്ങനെ ആയിപ്പോയി. ഇനി ഇത് മാറുമോ? നീ വിഷമിക്കേട്ടാ, നിന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ ഇപ്പൊ വേണ്ട, ഈ മുടിയൊക്കെ ശരിക്കൊന്ന് വളർന്നോട്ടെ, എങ്കിലും നല്ല സ്റ്റൈല് വെട്ടാൻ പറ്റൂ. മുടി വളർന്നിട്ട് നീ നേരെ ഡീലക്സ് ഹെയർ ഡ്രസ്സിംഗ് സലൂണിൽ പോവാ. അവിടെ അപ്പുകുട്ടിയോട് ഞാൻ പറഞ്ഞേക്കാം. എന്താ അതുപോലെ? അത് മതി. ഈ മുടിയൊന്ന് വേഗം വളർന്നായിരുന്നു. അതിനും വഴിയുണ്ട്. നീലി പ്രകാശം തേച്ചാ മതി. എന്താ സാർ, മതിയോ? മതി, ധാരാളമായി. അടേങ്കപ്പ, കാലക്കി. ഇപ്പഴാ നീ ശരിക്കും ഒരു ഉണ്ണികൃഷ്ണനായത്. ഇപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഗുരുരസായനത്തിന്റെ എഫക്ട്? ഓ, എഫക്റ്റിന്റെ കാര്യമൊന്നും പറയണ്ട. എനിക്കറിയാം ഞാൻ പെട്ട. എടാ, എനിക്കൊരു സംശയം. നിന്റെ ഈ മീശ വെക്കലും ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് വല്ല പെമ്പിളേരും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? അപ്പൊ എന്റെ സംശയം ശരിയായല്ലോ. ആരാ ആരാ? അവിടുത്തെ മൂത്ത കുട്ടി പറഞ്ഞിട്ടാ. മായ ചേച്ചിയോ? ആ, വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻ. എന്താ ഇവൻ ഇങ്ങനെ മാറ്റിയെടുത്തതിന്. എന്താ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? അതൊക്കെയുണ്ട്. അവൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി, മീശയുടെ ഷേപ്പും മാറ്റി. എന്താ സ്റ്റൈല്! ഇങ്ങോട്ട് തിരിഞ്ഞേ. അമ്മോ, തകർത്തു. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? സിന്ധു, നീ ഇത്തിരി കൂടുന്നുണ്ട്. മാപ്പ് സാർ. മായ ചേച്ചിയാ ഇവന്റെ രൂപ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഇവൻ പറയുന്ന. ദേ, ക്രെഡിറ്റ് മായ ചേച്ചിക്ക് മാത്രമുള്ളതല്ല, എനിക്കും തരണം. എന്റെ ഗുലുകുല ഇവൻ അതിനുള്ള തന്റെ ഇടം കൊടുത്തത്. അതെ അതെ, അത് കഴിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ണിക്ക് മാറിയിട്ടില്ല അല്ലേ ഉണ്ണി? പിന്നെ എനിക്കെന്ന് എത്ര പ്രാവശ്യം വയറ്റിന്ന് പോയത്? ശരി, അത് പോട്ടെ. ഇനി നിന്റെ ഈ വസ്ത്രാലങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ദേ, എന്റെ കൂടെ വന്നാലുണ്ടല്ലോ, നല്ല ഉഗ്രൻ ഡ്രസ് സെലക്ട് ചെയ്ത് തരാം. നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുളയ്ക്കണമെന്നുണ്ടോ? പപ്പ, ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അടുത്ത് പറഞ്ഞു വെച്ചതല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തി കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്. നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവ, മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർക്ക് റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് അടുത്ത് പോവാം. വേണ്ട, നിനക്ക് ഓഫീസറെ പേടിയാണെന്ന് നമ്മൾക്ക്. നിന്റെ കാറിൽ എന്റെ പറയൂ, നിന്നെയും പിടിച്ചിട്ടെ. നീയും ഉള്ളണം കുടത്തിൽ. വാറു വാറു. അറിവൂ, നീ ആത്മ അറിയല്ലോ. നല്ലത്. മീസ മാറ്റിയതും നല്ലത്, മുടി വെട്ടിയതും നല്ലത്. പറവറു. ഞാൻ എന്റെ കാറിൽ വേണ്ട വേണ്ട, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നീ നമ്മളുടെ കാറിൽ വന്നാ മതി, അല്ലെങ്കിൽ നീ മുങ്ങും. നിന്നെ അറിയാം നമ്മൾക്ക്. എ ലീല, വടക്കേടത്ത് വീട്, തട്ടാരുകോണം, തൃത്താല. ശരിയല്ലേ? ആ, ശരിയാ. ഉണ്ണി എന്താ അച്ഛനോട് വഴക്കിട്ട് പോരാൻ കാരണം? അത് പിന്നെ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നുമല്ല. അച്ഛൻ എന്നെ എപ്പോഴും തല്ലും. ഉത്സവം കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. കൃഷ്ണൻകുട്ടി ആരാ? അനിയനാ? അനിയനല്ല, അമ്പലത്തിലെ ആനയാ. അച്ഛനൊന്നും ഇഷ്ടമാവില്ല. അച്ഛൻ എപ്പോഴും പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ. ഇനി ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇനി ഈ ഫോമും പണവും കൊണ്ട് ഈ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഉണ്ണിയുടെ ലീലേച്ചിക്ക് കിട്ടിക്കോളും. നിന്നെ നല്ല ഇഷ്ടമായി. നീ നമ്മളുടെ സണ്ണിനെ പോലെയാണ്. നിനക്ക് എന്തു വേണമെങ്കിലും മടിയില്ലാതെ ചോദിക്കണം.
നീ നല്ല പയ്യനല്ലേ ദമയന്തി നല്ല പയ്യൻ. അവന്മാരെല്ലാം അവരെ നാം പിരിച്ചുവിട്ടു. അവർ ചോദിച്ച കാശും കൊടുത്തു. ശല്യം മാറിക്കിട്ടി. ഇപ്പൊ യൂണിയനുമില്ല, വറിസംഖ്യയുമില്ല. സന്തോഷമായി. അല്ല ഇത് ആറാണ് മേനോൻ സാറിന്റെ മക്കളോ? വറുവറ് ഇറുക്കൂ. എന്താണ് വിശേഷം? നാളെ എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് വിളിക്കാൻ വന്നതാണോ? നല്ലത്. സാറേ, നിനക്ക് ഞാൻ ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണ് പറയേണ്ടത്? പ്രസന്റേഷൻ ഒന്നും വേണ്ട, അങ്കിളും ആയി വന്നാ മതി. പറഞ്ഞാൽ പറ്റൂല. നിനക്ക് എന്ത് വേണ്ടത് അത് പറയൂ. അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു 10ഓ 15ഓ പവനുമായിട്ട് അങ്ങോട്ട് പോര്. ഇപ്പൊ ചോദിച്ചത് അപകടമായല്ലോ. അറിയുന്നത് ഇവർക്ക് കാപ്പി കൊടുക്കണമല്ലേ? അങ്കിള് വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾക്ക് കാപ്പിയും വേണ്ട. കണ്ടാറ് വെറുതെ കിടന്ന സിംഗത്തിന്റെ വായിൽ പല്ല് വെച്ചു കൊടുത്ത് കടി വാങ്ങിയതുപോലെ ആയി. അല്ലല്ലെന്നാ ഹൈ ഹാൻഡ്. വരൂ ചേച്ചി, പോകാം. വീട്ടിലാരുമില്ല. എന്താ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയോ? അല്ല, ഇവൻ നമ്മൾ കാണാൻ വന്നതാണ്. നിങ്ങൾ വീട്ടിലേക്കാണെങ്കിൽ ഇവനെ കൂടി കൊണ്ടുപോകൂ. ഞാൻ നടന്നു പോയിക്കോളാം. വന്നോളൂ. ചെല്ലു. നിനക്ക് നിന്റെ സ്വന്തം അപ്പന്റെ മുതൽ പോലെ പോകാം. ചെല്ലു വരൂ. ചെല്ലു. എന്ത് വിടിയില്ല. പതുക്കാം. എവിടെയെങ്കിലും ചെന്ന് മുട്ടിയ തരി പോലും കിട്ടത്തില്ല. കാറിൽ ഇരുന്നോണ്ട് എങ്ങനത്തെ വർത്താനം പറയുന്നത്? ഇതിനേക്കാൾ പതുക്കെ എങ്ങനെയാ പോകുന്നത്? ഉണ്ണിക്കെന്താ പേടിയാണോ? എനിക്ക് പേടി ഉണ്ടായിട്ടില്ല. ഓടിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയ. ഉണ്ണി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഉണ്ണി വരണം. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ ബർത്ത്ഡേ എന്ന് വെച്ചാ? ബർത്ത്ഡേ എന്ന് വെച്ചാൽ ജന്മദിനം, ജനിച്ച ദിവസം. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? ഒന്നുമില്ല. നീ ജനിച്ച ദിവസം നിനക്കറിയാമോ? എനിക്കറിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ പറയുമായിരുന്നു. അമ്മ എവിടെ പോയി? എനിക്ക് അമ്മയില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ അമ്മ മരിച്ചു. അല്ല, എന്താ ബർത്ത്ഡേ കുറിച്ച് ചോദിക്കാൻ? മാഷിച്ചിന്റെ ബർത്ത്ഡേ കാര്യമാണോ? എന്നിട്ട് നീ പോകുന്നില്ലേ? ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് പോകുമ്പോ വെറും കൈയും വീശൊന്നും പോയാ പോരാ, എന്തെങ്കിലും സമ്മാനം കൊണ്ടേ പോവാവൂ. അതിനിപ്പോ എന്ത് സമ്മാനം കൊണ്ടുപോകും? നിനക്കല്ല എന്തിലും സമ്മാനം കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേച്ചിയുടെ അടുത്ത് സമ്മാനം കൊടുക്കുക, പിന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുക. ഒടുവിൽ അവിടുന്ന് കിട്ടുന്ന ശാപ്പാടുമായിട്ട് സുഖമായി പോരാ. അത്രേ ഉള്ളൂ. വേണ്ട കണ്ണാ. കണ്ടാറും ഇന്നെങ്കിലും കുറച്ച് മധുരം തിന്നാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. അതിനല്ലേ കണ്ണാ നാക്കൂടെ വന്നത്. മമ്മ ബപ്പ എന്നോരം തിന്നോട്ടെ. നിനക്ക് പപ്പയെ മധുരം തിട്ടിച്ച് കൊന്നിട്ട് ദൂർത്തടിച്ച് നടക്കാനാണോ? നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ തിന്നുന്നില്ല. പണ്ടാരം കൊണ്ടുപോകൂ. എന്താണ് മായേ, അപ്പൊ നമ്മളുടെ ആശീർവാദം ഒന്നും വേണ്ടേ? നമ്മൾ ആശീർവദിച്ചാൽ ഉടനെ കല്യാണം നടക്കും. നമ്മൾക്ക് കുറച്ച് സ്വർണവും ചെലവാവും. മായ പറൂ. അപ്പോ എല്ലാവരോടുമായി ആശീർവദിക്കട്ടെ. ഉണ്ണി ഇവിടെ വന്നേക്കാ. വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പുറത്തു നിൽക്കാനല്ല ഞാൻ ഉണ്ണിയെ ക്ഷണിച്ചത്. ഉണ്ണി പാൻറ്റൊക്കെ ഇട്ട് കലക്കിയാണല്ലോ വന്നിരിക്കുന്നത്. ഉണ്ണിക്ക് നല്ല ചേർച്ചയുണ്ട്. എനിക്കിതിട്ടിട്ട് ഒരു ചേർച്ചയില്ല. ഒരുമാതിരി പാടത്ത് വെച്ചിരിക്കുന്ന നോക്കൂത്തി പോലുണ്ട്. ഇപ്പോഴാ ഉണ്ണി ഉണ്ണിയായത്. എനിക്ക് വളരെ ഇഷ്ടമായി. ശരിക്കും ഇഷ്ടമായി? വളരെ വളരെ. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഇത്. ഹായ് ഉണ്ണികൃഷ്ണൻ, ഇതെപ്പോ വന്നു? ആളും മിടുക്കനായല്ലോ. ആ, ഒരു ചില്ലെടുക്കട്ടെ. ഒന്ന് നിന്നേ. ആ,
ജീവിതത്തിൽ ആദ്യമാണ് ഞാൻ എന്റെ പടം കാണുന്നത്. ഇനി ഇതുപോലെ വേറെ പടങ്ങൾ എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. എന്തിനാ? എനിക്കെന്റെ ഉണ്ണിയെ കാണാൻ കണ്ണാടി നോക്കിയാ പോരെ? ഈ ഫോൺ എന്തിനാ? ഇത് എന്റെ ഇരിക്കട്ടെ. എന്തിനാ എന്റെ വെക്കുന്നത്? അതോ ഇന്നെന്താ വിശേഷം? ഒരു കിലോ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. കുറെ ദിവസത്തേക്കുള്ള ഒന്നേ ഉള്ളൂ. ഉണ്ണി ഇപ്പൊ വെജിറ്റേറിയൻ ആണോ? പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ? മത്സ്യമാംസാദികൾ തൊടില്ലേ? അങ്ങനില്ല, ഒരു മാസത്തേക്ക് പച്ചക്കറി കഴിക്കും. അതെന്താ? നോയമ്പ. അതെന്തിനാ? അത് അത് ഒരു കാര്യസാധ്യത്തിനാ. ഇവരൊന്നല്ലേ നടുറോടി കാറും കൊണ്ടിട്ടാണോ സൊള്ളുന്നത്? ഓ, കൊച്ചമ്മയ്ക്ക് പറഞ്ഞത് പിടിച്ചില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദ പഠിക്കാൻ പറ്റി. ആ കുഞ്ഞിനെ വിളിച്ചൂടായോ? നീ ആരാടാ? ഇവിടെ ആനക്കാരനോ? നിങ്ങൾ എവിടുത്തുകാരാ? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്നോട് സംസാരിക്കണ്ടേ ദേ ഇങ്ങനെയാ? അയ്യോ നീ ആടുത്താണ് ആനക്കാരെ കളിക്കുന്ന. അയ്യോ മാറിക്കോ. അയ്യോ, വേണ്ട. ഉപദ്രവിക്കാതിരിക്കൂ. അയ്യോ. മതിടാ മതി. ഇനി അടിച്ചാലേ കത്തു. വാ നമുക്ക് വാ. എന്തിനാ അവരോട് വഴക്കിന് പോയത്? ഞാൻ പോയതല്ല, അവന്മാരെ അടി വെച്ചതില്ലേ. ഒരടിയെങ്കിലും തിരിച്ചു വേണ്ട തന്റെ അല്ലെങ്കിൽ എന്തിനാ അവന്മാരോട് സംസാരിക്കാൻ പോയത്? മിണ്ടാതിരുന്നൂടെ? പട്ടിയെ തല്ലുന്ന പോലെയല്ലേ അവർ തല്ലിയത്? ഒന്ന് ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരാണാന്നും പറഞ്ഞ് നടക്കുന്നു. കഷ്ടം. ഇനി പോ ആ കുപ്പിങ് തന്നെ. ഒന്നിറങ്ങി വന്നാട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ കിട്ടിയത് പോരെ? ഇനിയും വേണോ? ഗുഡ്. ഇപ്പോഴാ ഉണ്ണി ഒരാത്. ഇപ്പൊ ഉണ്ണിയോട് എനിക്ക് എന്ത് ഇഷ്ടായെന്നോ? ഉണ്ണി 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 അയ്യോ, പൊള്ളുന്ന പനിയുണ്ടല്ലോ. ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, കുരുമുളകിട്ട് ഒരു ചൂട് കാപ്പ് കുടിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. വേണ്ട, ഉണ്ണി കിടന്നോളൂ.
ഞാൻ ഇപ്പൊ കാപ്പി ഉണ്ടായിക്കൊണ്ട് വരാം. ആർക്കാ ചേച്ചി ചുക്ക് കാപ്പി? ആർക്കെങ്കിലും ആവട്ടെ, നീ നിന്റെ പണി നോക്ക്. നീ ഒന്ന് മാറിയിന്നേ. അയ്യോടാ, ഇതെന്ത് പറ്റി? ഇപ്പൊ അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ കാരണ ഉണ്ണിക്ക് അസുഖം ഉണ്ടായത്. ആ വഴക്ക ഇതിനൊക്കെ കാരണം. എന്ന് വെച്ചാ എങ്ങനെയാ സഹിച്ചു നിൽക്കുന്നത്? അവരെന്തൊക്കെയാ കുഞ്ഞിനെ പറഞ്ഞത്? ഉണ്ണി സിനിമ സ്റ്റൈലല്ലേ പയറ്റി കളഞ്ഞത്. എന്നെ തല്ലിയത് പോട്ടേന്ന് വെച്ചതാ. അപ്പോഴാ കുഞ്ഞെന്നെ കുറ്റപ്പെടുത്തിയത്. എനിക്കറിയില്ല, എങ്ങനെയോ ഒരാവശ്യം തോന്നി. പൂരപ്പറമ്പിലെ വെളിച്ചപ്പാടിനെ പോലെ. അത് നന്നായെന്നാ ഇപ്പൊ തോന്നുന്നത്. ആവേശം കൂടിയതുകൊണ്ടാ ഇപ്പൊ പനി പിടിച്ചു കിടക്കുന്നത്. വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ അച്ഛനോട് പറഞ്ഞു ഉണ്ണിക്ക് പനിയാണെന്ന്. അച്ഛൻ ഉണ്ണിയെ കാണാൻ ചിലപ്പോ വരും. അയ്യോ, അത് വേണ്ടായിരുന്നു. സാരമില്ല. പിന്നെ ഇന്നലെ ഉണ്ടായ സംഭവം അച്ഛനോട് പറയരുത്. അത് പിന്നെ കേസും പുലിവാലും ഒക്കെ ആവും. ഉണ്ണി കിടന്നോളൂ. വൈകുന്നേരം ആവുമ്പോ എല്ലാം മാറും. നല്ല പണിത്തരം, നന്നായിരിക്കുന്നു. താലിമാലയാ. ഈ ഫാഷൻ ഞാൻ ഇതുവരെ ആർക്കായി കൊടുത്തിട്ടില്ല. ഇതെനിക്ക് സ്വന്തമാ. സ്വന്തം വെച്ചാ ആർക്കു വേണ്ടിയാ? ആർക്കാ? പറയൂ ഉണ്ണി. എന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക്. ആൾക്ക് പേരില്ലേ? പേരുണ്ട്, നല്ല പേരാ. പക്ഷേ ഇപ്പൊ പറയില്ല. ഈ മാല എന്നിട്ട് ഞാൻ പറയാം. ശരി, അത് മതി. മോളെ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. നീ എപ്പോഴും ആ ഉണ്ണിയുടെ പണിസ്ഥലത്ത് പോയിരിക്കുന്നത് ശരിയല്ല. അച്ഛാ, ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? ആ, പിന്നെ പറയാൻ മറന്നു. നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഫാക്ടറി ഉദ്യോഗസ്ഥനാ. ഈ ഞായറാഴ്ച നിന്നെ ഒരു കാണാൻ വരും. കോഴ്സ് കഴിഞ്ഞിട്ട് മതിയച്ച വിവാഹം? അത് പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് പയ്യനെ ഇഷ്ടപ്പെടുകയും ജാതകമൊക്കെ ശരിയാവുകയും ചെയ്താൽ നമുക്ക് ഉടനെ വിവാഹം നടത്താം. വേണ്ടച്ച, ഇപ്പൊ ഏതായാലും വേണ്ട, പ്ലീസ്. പിന്നെ എപ്പോഴാ? അതാത് കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ നടക്കണം. ഓരോന്നും ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വിട്ടാൽ എങ്ങനെയാ? അരേ ശ്രീനിവാസൻ, ശ്രീനിവാസൻ, മാത്ത് മാത്ത്, ബോർഡ് മാത്ത്. എന്താണ്? സ്വർണത്തിന് വില കൂടി. എത്ര? 2160. അരേ തിരുമൽ ദേവ, ഭണ്ഡാരം. ഞാൻ വിളിച്ചു തിരുമൽ ദേവനെ. താൻ ബോർഡ് മാറ്റൂ. തിരുമൽ ദേവൻ നിങ്ങളുടെ സ്വന്തമാണ്. എന്താണ് നമുക്ക് വിളിച്ചാലേ? ഹരേ തിരുമൽ ദേവ നമ്മളെ വിളിച്ചു. ആ, ഉണ്ണിയോ? വരൂ, ഇരിക്കൂ. രാവിലെ ഉടുത്തിറങ്ങി ഇതെവിടേക്കാ യാത്ര? ആ, 4 മണി കഴിഞ്ഞോ? കഴിഞ്ഞു. അത് പറയാനാ ഞാൻ വന്നത്. നന്നായിട്ടുണ്ട്. ഞാനിന്ന് വീട്ടിൽ പോവാ. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 4 മണി കഴിഞ്ഞിട്ട് ആളെ പറയാമെന്ന്. മാല എന്റെ അമ്മൂട്ടിക്കാ. കുട്ടിക്കാലം മുതൽക്കേ അമ്മൂട്ടിക്ക് എന്നോട് ഇഷ്ടമാണ്. അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് അമ്മൂട്ടിയോടും. തട്ടാക്കുട്ടി തട്ടാക്കുട്ടി എന്ന് അമ്മൂട്ടി എന്നെ വിളിക്കുന്നത്. എന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം ഉണ്ടാവും. ഞാൻ അറിയിക്കാം. അച്ഛനെയും കൂട്ടി വരണം. പട്ടണത്തിൽ നിന്ന് നിങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗമയാ.
ഉണ്ണി നാട്ടിലേക്ക് പോവാണല്ലേ? അതെ, കല്യാണത്തിന് തരപ്പെട്ടാ വരാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ വരട്ടെ. ആരപ്പ ഷായിപ്പ പാൻറ്റും കോട്ടും. താനും എവിടായിരുന്നു? പട്ടണത്തിലായിരുന്നു. അവിടെ ഒരു സ്വർണ്ണക്കടയില്. തൊഴില് പഠിച്ചവന് ദോഷമൊന്നും വന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് പോരാൻ തോന്നിയേ? ഓ, അച്ഛനും പെങ്ങളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് അറിയാൻ വന്നായിരിക്കും. ചത്തിട്ടില്ല. ആ, ഒരു വിശേഷം അറിഞ്ഞോ? പെങ്ങളാ ആനക്കാരൻ ഗോവിന്ദനോട് ഒളിച്ചോടി. അങ്ങനെ ഒരു വാദം ഒഴിഞ്ഞു കിട്ടി. അപ്പൊ ഇനി എപ്പോഴാ പട്ടണത്തിലേക്ക്? തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതിനു മുമ്പ് കല്യാണം ഉറപ്പിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓഹോ, അപ്പൊ അവിടെ പെണ്ണെ കണ്ടുവച്ചിട്ടാ? പെണ്ണ് ഇവിടെ തന്നെയാ. അച്ഛനറിയും. ആ, കല്യാണക്കാരും പറയാൻ മതി. ഞാൻ കല്യാണം കഴിച്ചു. വയസ്സുകാലത്ത് എന്നെ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. മക്കളൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ. ഏതായാലും നിന്റെ കല്യാണക്കാരെ അലമോടുകൂടി ഒന്ന് പറഞ്ഞേര്. ഡേയ്, ഒന്നിങ്ങോട്ട് വന്നേ. ഭാർഗവന് കുറച്ച് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു. എത്ര ചോദിച്ചു തരുന്ന ലക്ഷണമില്ല. പിന്നെ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അച്ഛനൊരു മനുഷ്യനാണോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു അച്ഛൻ അറിയില്ലേ? അച്ഛൻ കണ്ടിട്ടല്ലേ? അതിന്റെ പേരിൽ അച്ഛൻ എന്നെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. ആ, അതൊക്കെ അന്നല്ലേ. നീ എന്റെ പണി നോക്ക്. താൻ ദുഷ്ടനാണ്, ക്രൂരനാണ്. മര്യാദക്ക് പോകുന്നുണ്ടോ അതോ? ഇല്ല, അങ്ങനെ ഞാൻ പേടിച്ചു പോകുന്നില്ല. താൻ എന്റെ അമ്മയെ ചവിട്ടിക്കൊല്ലുന്ന നേരിട്ട് കണ്ടവനാ ഞാൻ. അന്ന് ഞാൻ തരുന്നു. പക്ഷെ ഇനി ഞാൻ തന്നെ എന്നെ എന്ത് ചെയ്യുവാ എരപ്പേ? പട്ടി അയ്യോ